നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പോസിറ്റീവ് ലിബറാലിസമാണ്. നെഗറ്റീവ് ലിബറാലിസം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് ലിബറാലിസത്തിൻ്റെ പ്രത്യേകതകളൊക്കെ വായിച്ചതായിരിക്കുമല്ലോ എല്ലാവരും. എൻ്റെ ഡെഫിനിഷൻ ഓർക്കുക. ലിബറാലിസം എന്താണ്? ഓപ്പൺനെസ് ആണ്. ലാറ്റിൻ ടേമായ ലിബറാലിസത്തിൽ നിന്നും ഡിറൈവ് ചെയ്യുന്നതാണ്. ഇറ്റ് എയിംസ് ഫോർ ദ ഫ്രീയസ്റ്റ് ആൻഡ് ഫുള്ളസ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. പിന്നെ എൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. നെഗറ്റീവ് ലിബറാലിസം, ക്ലാസിക്കൽ, ഒറിജിനൽ ലിബറാലിസം, ഇൻറ്റഗ്രൽ എന്നൊക്കെ നെയിമിലുണ്ട്. നാച്ചുറൽ റൈറ്റ്സ് സപ്പോർട്ടിംഗ് ആണ് നെഗറ്റീവ് ലിബറാലിസം. സ്റ്റേറ്റ്, ദേ കൺസിഡർ സ്റ്റേറ്റ് ആസ് എ നെസസറി ഈവിൾ ആൻഡ് aims to provide freedom to individual in all spheres of life, namely social, political, cultural, economic, moral, intellectual and spiritual life. They propounded natural rights. Natural right means right to life, liberty and property. ഇനി പോസിറ്റീവ് ലിബറാലിസത്തിലേക്ക് വരികയാണെങ്കിൽ, നെഗറ്റീവ് ലിബറാലിസം ഒരുപാട് കാലം നിന്നു. അങ്ങനെ നിന്നപ്പോഴുണ്ടായ പ്രശ്നം, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കൊണ്ട് വർക്കിംഗ് ക്ലാസ് എന്നുള്ള ഒരു പ്രത്യേക ഗ്രൂപ്പ് എമർജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ നെഗറ്റീവ് ലിബറാലിസത്തിന് എഗെയിൻസ്റ്റായിട്ട് വീണ്ടും പല തിയറികൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അത്തരത്തിൽ ഡെവലപ്പ് ചെയ്ത ഒന്നാണ് മാർക്സിസം. Because of tremendous industrial development, a new economic class known as working class came into being. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഒരു ന്യൂ ക്ലാസ് എമർജ് ചെയ്യുന്നു. വർക്കിംഗ് ക്ലാസ് എമർജ് ചെയ്തു. ആൻഡ് ദ ഫ്രീ ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിസം കോസസ് അൺലിമിറ്റഡ് മിസറീസ് ടു ദിസ് ക്ലാസ്. വർക്കിംഗ് ക്ലാസ്സിന് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കൊണ്ട് ധാരാളം വിഷമതകൾ ഉണ്ടാകുന്നുണ്ട്. And during this time, revolutionary philosophies of the working class, Marxism emerged, and it suggested a revolutionary way of emancipation of working class. ഈ കാലഘട്ടത്തിലാണ് വർക്കിംഗ് ക്ലാസ്സിൻ്റേത് മാത്രമായിട്ടുള്ള ഒരു തിയറി, അങ്ങനെയാണ് നമ്മൾ മാർക്സിസത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ മാർക്സിസം എന്ന ഫിലോസഫി, വർക്കിംഗ് ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ആ ഫിലോസഫി ഡെവലപ്പ് ചെയ്യുന്നു. അതിൻ്റെ ഡെവലപ്മെൻറ്റിൽ മാർക്സിസം പറയുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, ഇറ്റ് സജസ്റ്റഡ് എ റെവല്യൂഷണറി വേ ഓഫ് ഇമാൻസിപ്പേഷൻ ഓഫ് വർക്കിംഗ് ക്ലാസ്. വർക്കിംഗ് ക്ലാസ്സിനെ, തൊഴിലാളി വർഗത്തിനെ മുന്നോട്ട് നയിക്കണമെങ്കിൽ ഒരു റെവല്യൂഷൻ കൊണ്ടേ പറ്റത്തുള്ളൂ, വിപ്ലവം ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മാർക്സിസം കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നെഗറ്റീവ് ലിബറാലിസത്തിൽ കുറേ ഏറെ ചേഞ്ച് വന്നു. ദസ് liberalism changed and there emerged positive liberalism with faith in positive or welfare state. അങ്ങനെയാണ് പോസിറ്റീവ് ലിബറാലിസം എമർജ് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ട്രെമൻഡസ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, എ ന്യൂ ക്ലാസ് നോൺ ആസ് വർക്കിംഗ് ക്ലാസ് എമർജ്ഡ്, and due to capitalism this class suffer a lot of problems, a lot of miseries, and as a result the theory of Marxism emerged. Marxism propounded a revolutionary way of emancipation of working class, and thus liberalism, as a result of this development of new theories, liberalism changed and there emerged positive liberalism with faith in positive or welfare state. And positive liberalism assumed that the task of maintaining harmony between the interest of the individual and society can safely be entrusted to the state, and which was no more regarded as a necessary evil. പോസിറ്റീവ് ലിബറാലിസം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻഡിവിജ്വലിൻ്റെ താല്പര്യമുണ്ട്, സൊസൈറ്റിയുടെയും ഓരോരോ താല്പര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ സ്റ്റേറ്റിനെ സാധിക്കത്തുള്ളൂ. സ്റ്റേറ്റ് ഇനി പോസിറ്റീവ് ലിബറാലിസ്റ്റുകാർക്ക് ഒരിക്കലും ഒരു നെസസറി ഈവിൾ അല്ല, അതായത് ഒരു ശല്യം അല്ല സ്റ്റേറ്റ്. പോസിറ്റീവ് ലിബറാലിസത്തിന് സ്റ്റേറ്റിലൂടെ മാത്രമേ നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വലിൻ്റെ ഇൻട്രസ്റ്റും സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റും ഒന്നിച്ചു കൊണ്ടുപോകാൻ ആർക്കേ സാധിക്കത്തുള്ളൂ? സ്റ്റേറ്റിന് മാത്രമേ സാധിക്കൂ എന്നാണ് പോസിറ്റീവ് ലിബറാലിസം പറയുന്നത്. ദ നോ ലോങ്ങർ കൺസിഡേർഡ് സ്റ്റേറ്റ് ആസ് എ നെസസറി ഈവിൾ. സ്റ്റേറ്റിനെ ഒരു നെസസറി ഈവിളായിട്ടല്ല അവർ കൺസിഡർ ചെയ്യുന്നത്. ഓൺലി ദ സ്റ്റേറ്റ് ക്യാൻ ഹാർമണൈസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ബോത്ത് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ സൊസൈറ്റി. It also maintained that state is a necessary moral and social institution, and that it can help individual to develop their personality through many socio-economic and welfare functions. സ്റ്റേറ്റിന്
സ്റ്റേറ്റാണ് ഇൻഡിവിജ്വലിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റിനും സോഷ്യൽ ഡെവലപ്മെൻറ്റിനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസിയാണ്. ആൻഡ് സ്റ്റേറ്റ് ക്യാൻ ഹെൽപ്പ് ഇൻഡിവിജ്വൽ ടു ഡെവലപ്പ് ഹിസ് പേഴ്സണാലിറ്റി ത്രൂ സോഷ്യോ എക്കണോമിക് ആൻഡ് വെൽഫെയർ ഫങ്ഷൻസ്. സോഷ്യലും എക്കണോമിക് ഡെവലപ്മെൻറ്റ് വഴിയും വെൽഫെയർ ആക്ടിവിറ്റീസ് വഴിയും. വെൽഫെയർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് നമ്മുടെ എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് നോക്കുന്നത് അത് വെൽഫെയർ ഫങ്ഷനാണ്. 10ാം ക്ലാസ് വരെ നമുക്ക് ഫ്രീ സൗജന്യ വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുമ്പോൾ അത് സ്റ്റേറ്റ് നൽകുന്ന വെൽഫെയർ ഫങ്ഷനാണ്. അത്തരം വെൽഫെയർ ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് പോസിറ്റീവ് ലിബറാലിസ്റ്റുകാർ സ്റ്റേറ്റിന് കൊടുത്തു. ആ വെൽഫെയർ ആക്ടിവിറ്റീസിലൂടെ സ്റ്റേറ്റിലൂടെ മാത്രമേ നമുക്ക് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കൂ എന്നാണ് പോസിറ്റീവ് ലിബറാലിസം പറഞ്ഞു വന്നിരിക്കുന്നത്. According to positive liberalist, individual can develop his personality only through the state and through social, economic and welfare functions. ഇനി പോസിറ്റീവ് ലിബറാലിസത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്: ഇറ്റ് ഹാസ് ഫേം ഫെയ്ത്ത് ഇൻ liberty and rights of the individuals and it gives importance to free and open society. ലിബർട്ടി, നെഗറ്റീവ് ലിബറാലിസം പോലെ ഇവരും ലിബർട്ടിയിൽ, ഫ്രീഡത്തിൽ വിശ്വസിക്കുന്നു, ഇൻഡിവിജ്വൽ റൈറ്റിൽ വിശ്വസിക്കുന്നു, ഫ്രീ സൊസൈറ്റി, ഓപ്പൺ സൊസൈറ്റിയിലും വിശ്വസിക്കുന്നു. ഇറ്റ് ഈസ് പോസിറ്റീവ് ഇൻ ക്യാരക്ടർ. ഇറ്റ് ബിലീവ്സ് ഇൻ ഫ്രീഡം ത്രൂ ദ സ്റ്റേറ്റ് റാദർ ദാൻ ഫ്രീഡം ഫ്രം ദ സ്റ്റേറ്റ്. ഫ്രീഡം ത്രൂ ദ സ്റ്റേറ്റ് എന്നാണ് ഇതിലെ പോയിൻ്റ് പോസിറ്റീവ് ലിബറാലിസം. അപ്പം ആലോചിക്കണം, ഫ്രീഡം ഫ്രം ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? നെഗറ്റീവ് ലിബറാലിസ്റ്റുകാരാണ്. ചിലപ്പം ഇങ്ങനെ നമ്മൾ പഠിക്കുന്നു, ചോദ്യം വരുന്നത് നേരെ ലിബറാലിസം എഴുതാനൊന്നും ചോദ്യം വരത്തില്ല. നെഗറ്റീവ് ലിബറാലിസവും പോസിറ്റീവ് ലിബറാലിസവും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വന്നാൽ ഇത് രണ്ടും പഠിച്ചത് അങ്ങോട്ടേക്ക് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടത്തില്ല. എഴുതേണ്ടത് നെഗറ്റീവ് ലിബറാലിസം ഒരു സൈഡിൽ എഴുതുക, പോസിറ്റീവ് ലിബറാലിസം എഴുതിയിട്ട് നിങ്ങൾ ഇതിൽ നിന്നും പഠിച്ച പോയിൻ്റുകൾ രണ്ടായി എഴുതുക. 2 മാർക്കിനൊക്കെ ചോദിച്ചാൽ അങ്ങനെ എഴുതണം. 4 മാർക്കിനോ എസ്സേക്കോ വന്ന ഓരോ പോയിൻ്റ് എടുത്തിട്ട് വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ആശയം ഇതിൽ നിന്നും പഠിക്കണം. പിന്നെ ആ ചോദ്യത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഉത്തരത്തെ കൂട്ടാനും കുറയ്ക്കാനും പഠിച്ചിരിക്കണം. അപ്പം ഫ്രീഡം ഫ്രം ദ സ്റ്റേറ്റ് അപ്പോൾ എവിടെയാണ്? നെഗറ്റീവ് ലിബറാലിസത്തിലാണ് പറയുന്നത്. ഫ്രീഡം ത്രൂ ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ലിബറാലിസത്തിലാണ്. ഫ്രീഡം ത്രൂ ദ സ്റ്റേറ്റ് റാദർ ദാൻ ഫ്രീഡം ഫ്രം ദ സ്റ്റേറ്റ്. പിന്നെന്താണ്? നേരത്തെ പറഞ്ഞ പോയിന്റ് വരുന്നുണ്ട്. സ്റ്റേറ്റ് ക്യാൻ ബി ഇൻസ്ട്രുമെൻ്റൽ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി ത്രൂ സോഷ്യൽ റിഫോംസ് ആൻഡ് വെൽഫെയർ മെഷേഴ്സ്. അടുത്ത പോയിന്റ്, സ്റ്റേറ്റ് ഷുഡ് റെഗുലേറ്റ് ആൻഡ് പ്ലാൻ ദ എക്കോണമി ഇൻ ദ ഓവറോൾ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി. സ്റ്റേറ്റ് ഇക്കോണമി നമ്മുടെ നെഗറ്റീവ് ലിബറാലിസത്തിൽ പറഞ്ഞതുപോലെ എക്കണോമിക് ആക്ടിവിറ്റീസിൽ സ്റ്റേറ്റ് കൈ കടത്താതെ ഇരിക്കരുത്. സ്റ്റേറ്റിൻ്റെ കൺട്രോൾ ഉണ്ടായിരിക്കണം. State should regulate and plan the economy in the overall interest of the society. നെഗറ്റീവ് ലിബറാലിസം ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയാണ് പ്രൊപ്പൗണ്ട് ചെയ്തിരുന്നത്. പോസിറ്റീവ് ലിബറാലിസം ഒരു മിക്സഡ് ഇക്കോണമിയാണ്. ക്യാപിറ്റലിസ്റ്റിൻ്റെ നല്ല വശങ്ങളും വേണം, ഒപ്പം എന്തിനും നല്ല വശം സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെ, സ്റ്റേറ്റ് കൺട്രോൾഡ് എക്കോണമിയാണ് നമ്മൾ സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുന്നത്. ആ സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെ ക്യാപിറ്റലിസത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും എല്ലാ നല്ല തിങ്സും എവിടെ വരുന്നു? പോസിറ്റീവ് ലിബറാലിസത്തിൽ. ദ സ്റ്റേറ്റ് ഷുഡ് റെഗുലേറ്റ് ആൻഡ് പ്ലാൻ ദ എക്കോണമി ഇൻ ദ ഓവറോൾ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി. Next point, state can check individual capitalist and can collect money for social welfare measures through progressive taxation. ക്യാപിറ്റലിസ്റ്റുകൾ, അതായത് റിച്ച് പീപ്പിൾ റിച്ചായി പോകുന്ന, റിച്ച് ബിക്കം റിച്ചർ എന്നുള്ള ഒരു അവസ്ഥയുണ്ടാകാതെ ഇരിക്കാൻ സ്റ്റേറ്റിന് എന്ത് വേണം? സ്റ്റേറ്റിന് എപ്പോഴും വർക്ക് ചെയ്യണമെങ്കിൽ, വെൽഫെയർ ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ സ്റ്റേറ്റ് റിക്വയേഴ്സ് മണി. അതെങ്ങനെ സാധിക്കത്തുള്ളൂ? ഇറ്റ് ക്യാൻ ബി ഓൺലി ത്രൂ പ്രോഗ്രസീവ് ടാക്സേഷൻ. ടാക്സ് ഏർപ്പെടുത്തണം എല്ലാ കാര്യങ്ങളിലേക്കും. കൂടുതൽ എമൗണ്ട് ഉള്ളവർക്ക് കൂടുതൽ ടാക്സ്, അതാണ് പ്രോഗ്രസീവ് ടാക്സേഷൻ. അങ്ങനെ പ്രോഗ്രസീവ് ടാക്സേഷൻ കൊണ്ട് ഉദ്ദേശം എന്താണ്? സ്റ്റേറ്റ് ഹാസ് ടു എൻഷുർ എക്കണോമിക് ഇക്വാളിറ്റി. എക്കണോമിക് ഇക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രസീവ് ടാക്സേഷനൊക്കെ കൊണ്ടുവരുന്നത്. എല്ലാ രാജ്യത്തും ഉണ്ടല്ലോ നമുക്ക് ടാക്സേഷൻ ഉണ്ട്. ഓരോരുത്തരുടെയും വരുമാനം അനുസരിച്ച് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. കുറഞ്ഞ വരുമാനമാണെങ്കിൽ ടാക്സ് കൊടുക്കണ്ട. അപ്പം കൂടുതലുള്ളവർ ടാക്സ് കൊടുക്കണം. അതിൻ്റെ ഉദ്ദേശം ഇതാണ്, മൊത്തം സൊസൈറ്റിയിലുള്ള ക്യാപിറ്റലിസ്റ്റ് ടെൻഡൻസി റെഡ്യൂസ് ചെയ്യുക എന്നുള്ള എയിം വെച്ചിട്ടാണ് സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നത്? സ്റ്റേറ്റ് ടാക്സേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതും പോസിറ്റീവ് ലിബറാലിസത്തിൻ്റെ ഒരു സജഷനാണ്. State can check individual capitalism and can collect money for social welfare measures through progressive taxation. അടുത്ത പോയിന്റ്, society can develop and change through social reforms. Society can develop and change through social reforms. സൊസൈറ്റിയിൽ ധാരാളം ചേഞ്ചസ് കൊണ്ടുവരണം. അങ്ങനെ മാത്രമേ സൊസൈറ്റി ഡെവലപ്പ് ആകാൻ സാധിക്കത്തുള്ളൂ. അതാണ് സോഷ്യൽ റിഫോംസ് വഴി ചേഞ്ച് കൊണ്ടുവന്നാൽ മതി.
അല്ലാതെ ഒറ്റ അടിക്ക് റെവല്യൂഷൻ വഴി ചേഞ്ച് കൊണ്ടുവരണ്ട എന്നൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റും കൂടി അവിടെ വരുന്നുണ്ട് പോസിറ്റീവ് ലിബറാലിസം. കാരണം മാർക്സിസത്തിന് ഓപ്പോസിറ്റായിട്ടാണ് പോസിറ്റീവ് ലിബറാലിസം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം സൊസൈറ്റി ക്യാൻ ഡെവലപ്പ് ആൻഡ് ചേഞ്ച് ത്രൂ സോഷ്യൽ റിഫോംസ്. അത്രയുമാണ് പോസിറ്റീവ് ലിബറാലിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ലിബർട്ടി ആൻഡ് റൈറ്റ്സ് ഉണ്ട്. പിന്നെന്താണ്, ഫ്രീഡം ത്രൂ ദി സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് ഇസ് വെരി ഇൻസ്ട്രുമെൻ്റൽ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി ത്രൂ സോഷ്യൽ റിഫോംസ് ആൻഡ് വെൽഫെയർ മെഷേഴ്സ്. മറ്റൊന്ന്, സ്റ്റേറ്റ് ഷുഡ് റെഗുലേറ്റ് ആൻഡ് പ്ലാൻ ദ ഇക്കോണമി. സ്റ്റേറ്റ് ഹാസ് ടു ചെക്ക് ദ ക്യാപിറ്റലിസ്റ്റ് ടെൻഡൻസി ഓഫ് ദ സൊസൈറ്റി and has to collect money for social welfare measures through progressive taxation. That through that way only state can ensure economic equality. Next point, society can develop and change through social reforms. ഇത്രയും കൊണ്ട് പോസിറ്റീവ് ലിബറാലിസം കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെ അന്ന് ജനറലായി ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് നിയോ ലിബറാലിസം. ഇപ്പോൾ നെഗറ്റീവ് ലിബറാലിസം വരുന്നു, പോസിറ്റീവ് വരുന്നുണ്ട്. നമ്മുടെ 1990 ശേഷം 2000 ശേഷമൊക്കെ എല്ലാ രാജ്യങ്ങളിലും കാണുന്ന ഒരു ഫീച്ചർ നിയോ ലിബറാലിസമാണ്. പലപ്പോഴും 1 മാർക്ക് 2 മാർക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. ന്യൂ വെർഷൻ ഓഫ് ലിബറാലിസം എന്ന് നമുക്ക് വിളിക്കാം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നെഗറ്റീവ് ലിബറാലിസത്തിൻ്റെ കുറേ ഫീച്ചേഴ്സ് വീണ്ടും കൊണ്ടുവരികയാണ് ഈ നിയോ ലിബറാലിസത്തിൽ ചെയ്യുന്നത്. എന്താണ്, ഇറ്റ്സ് എ ന്യൂ വേർഷൻ ഓഫ് ലിബറാലിസം ഡെവലപ്ഡ് ഇൻ 1980s ഇൻ ബ്രിട്ടൻ ആൻഡ് അമേരിക്ക. അമേരിക്കയിലും ബ്രിട്ടനിലും ഡെവലപ്പ് ചെയ്ത ഒന്നാണ് നിയോ ലിബറാലിസം. ഇറ്റ് വാസ് അസോസിയേറ്റഡ് വിത്ത് ദ ഗവൺമെൻറ് ഓഫ് റൊണാൾഡ് റീഗൻ ആൻഡ് മാർഗരറ്റ് താച്ചർ. അമേരിക്കയിൽ റൊണാൾഡ് റീഗൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ബ്രിട്ടനിൽ മാർഗരറ്റ് താച്ചറിൻ്റെ കാലത്തും ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒന്നാണ് നിയോ ലിബറാലിസം. അതുകൊണ്ട് താച്ചറിസം എന്നൊക്കെ വിളിക്കാറുണ്ട്. ഓൾസോ നോൺ ആസ് താച്ചറിസം എന്നാണ് ബ്രിട്ടനിൽ അതിനെ വിളിക്കാറുള്ളത്. ഇന്ത്യയിൽ അതിൻ്റെ പ്രൊപ്പോണൻ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് ഫോമർ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗിനെയാണ്. ഇതിൻ്റെ നിയോ ലിബറാലിസത്തിൻ്റെ പ്രധാന എയിമെന്ന് പറയുന്നത് ഗവൺമെൻറ്റൽ ഇൻ്റർവെൻഷൻ ഷുഡ് ബി റെഡ്യൂസ്ഡ് ഇൻ ദ എക്കണോമിക് ആസ്പെക്ട് ഓഫ് ഇൻഡിവിജ്വൽസ്. ഒരർത്ഥത്തിൽ നമ്മുടെ ലെറ്റ് അലോൺ ദ ഇൻഡിവിജ്വൽസ് ബി ഫ്രീ എന്ന ലൈസൻസ് ഫെയർ തിയറി തന്നെ മറ്റൊരു വേർഷനിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഗവൺമെൻറ്റൽ ഇൻ്റർവെൻഷൻ ഷുഡ് ബി റെഡ്യൂസ്ഡ് ഇൻ ദ എക്കണോമിക് ആസ്പെക്ട് ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെ എക്കണോമിക് ലൈഫിൽ ഗവൺമെൻറ് ഇടപെടുന്നത് കുറയ്ക്കണം. അതാണ് മുമ്പൊക്കെ നമ്മൾക്ക് ഗ്യാസിന് സബ്സിഡി ഉണ്ടായിരുന്നു, സബ്സിഡിയൊക്കെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്ന് വെച്ചാൽ അതെല്ലാം നിയോ ലിബറാലിസത്തിൻ്റെ ഒരു ഭാഗമാണ്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ എമൗണ്ട് ഒരു മാർക്കറ്റ് മെക്കാനിസത്തിലേക്ക് നമ്മൾ നീങ്ങുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫിയറൻസ് ഇതിലൊന്നും ഇല്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ധാരാളം ഇൻ്റർഫിയറൻസ് ഉണ്ടായിരുന്ന ഏരിയാസാണ്. അങ്ങനെ എല്ലാ ഏരിയാസിലും പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു വരുന്നുണ്ട്. അതെല്ലാം നിയോ ലിബറാലിസത്തിൻ്റെ ഭാഗമാണ്. ഗവൺമെൻറ്റൽ ഇൻ്റർവെൻഷൻ ഷുഡ് ബി റെഡ്യൂസ്ഡ് ഇൻ ദ എക്കണോമിക് ആസ്പെക്ട് ഓഫ് ഇൻഡിവിജ്വൽസ്. ഒൺലി എക്കണോമിക് ഗ്രോത്ത് ക്യാൻ ലീഡ് ടു ഹ്യൂമൻ പ്രോഗ്രസ്. ഇതിൻ്റെ ഒരു ബിലീവ് എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്തിലൂടെ മാത്രമേ ഹ്യൂമൻ ബീങ്സിന് പ്രോഗ്രസ് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് പോയിൻ്റ് എന്ന് പറയുന്നത് എയിം ഫോർ എ ഫ്രീ മാർക്കറ്റ് എക്കോണമി. മറ്റൊന്ന്, ഫ്രീ മാർക്കറ്റ് ആയിരിക്കണം. മാർക്കറ്റ് മെക്കാനിസം, ഡിമാൻഡും സപ്ലൈയും അനുസരിച്ച് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്ന മാർക്കറ്റ് മെക്കാനിസം മാത്രമേ കൺട്രിയിൽ വർക്ക് ചെയ്യാവുള്ളൂ എന്നാണ് നിയോ ലിബറാലിസം വിശ്വസിക്കുന്നത്. അല്ലാതെ ഗവൺമെൻറ് ഒരു കാര്യത്തിലും ഇൻ്റർഫിയർ ചെയ്യരുത്. മറ്റൊന്ന്, ഡീറെഗുലേഷൻ എന്ന് പറയുമ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും എംപ്ലോയീസിന് മേലും ഒന്നും റെഗുലേഷൻ ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യാൻ പാടില്ല. ഇന്ത്യയിലുള്ളവർക്ക് മാത്രമേ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവൂ. ഇങ്ങനെയുള്ള എന്ത് തരത്തിലുള്ള റെഗുലേഷൻസും പാടില്ല. അതാണ് ഡീറെഗുലേഷൻ. റെഡ്യൂസിങ് റെസ്ട്രിക്ഷൻസ് ഓൺ ബിസിനസ് ആൻഡ് എംപ്ലോയീസ്. മറ്റൊന്ന്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. വിദേശത്തു നിന്നുള്ള നിക്ഷേപങ്ങൾ കൂടുതലായി കൊണ്ടുവരിക എന്നുള്ള എയിമും അതിനുണ്ട്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ പലയിടത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ്, ഇതെല്ലാം തന്നെ ഡീറെഗുലേഷൻ്റെ ഭാഗമായിട്ടും ന്യൂ ലിബറാലിസിൻ്റെ ഭാഗമായിട്ടും നമുക്ക് പറയാൻ പറ്റുന്നതാണ്. പിന്നെ പ്രൈവറ്റൈസേഷനും എന്താണ് ന്യൂ ലിബറാലിസത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ഗവൺമെൻറ്റൽ ജോബുകളൊക്കെ റെഡ്യൂസ് ചെയ്യുന്നു, കോൺട്രാക്ച്വൽ ജോബുകളൊക്കെ ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസിങ് കോൺട്രാക്ച്വൽ ജോബ്സ് ആൻഡ് റെഡ്യൂസിങ് ഗവൺമെൻറ്റൽ ജോബ്സ്, അതും നിയോ ലിബറലിസ്റ്റ് വേർഷൻ്റെ ഒരു ഭാഗമാണ്. ഗവൺമെൻറ് ജോബുകൾ കുറച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ എല്ലാ
ജോബ് ഒരു എക്കണോമിക് രീതിയിലേക്ക് മാറുന്നു. കോൺട്രാക്ച്വൽ ജോബുകൾ മാത്രം, എഫിഷ്യൻ്റ് ആയവർ നിലനിൽക്കും, എഫിഷ്യൻ്റ് അല്ലാത്തവർ നിലനിൽക്കില്ല എന്നുള്ള ആസ്പെക്റ്റിലേക്ക് ഗവൺമെൻറ്റിൻ്റെ എല്ലാ സെക്ടറും ഇന്ത്യയിലെടുത്താലും ബാക്കി എല്ലാ രാജ്യങ്ങളിലെടുത്താലും വരുന്നുണ്ട്. അതെല്ലാം നിയോ ലിബറാലിസ്റ്റ് വേർഷനാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് ലിബറാലിസത്തിൻ്റെ സെയിം ഫീച്ചേഴ്സാണ്. പഴയൊരു സാധനം എടുത്ത് പുതിയൊരു പുസ്തകം ഇത് പുതിയല്ല ഇട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം നിയോ ലിബറാലിസം. ഇതിനതിൻ്റെ ഞാനൊരു നോട്ട് തന്നിട്ട് ടെക്സ്റ്റ് പോലെ ഒരു ബുക്ക് തന്നിട്ടുണ്ടല്ലോ, അതിലും നിയോ ലിബറാലിസത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിയോ ലിബറാലിസം നിങ്ങൾ ഒരു നോട്ട് പോലെ ഒരു 2 പേജിൽ എന്തെങ്കിലും ബുക്സൊക്കെ റെഫർ ചെയ്തിട്ട് എനിക്ക് തയ്യാറാക്കി വെച്ചേക്കണം. ഓക്കെ. നിയോ ലിബറാലിസം ബ്രിട്ടനിലും അമേരിക്കയിലും ഡെവലപ്പ് ചെയ്തു, ഇന്ത്യയിലുണ്ട്. എക്കണോമിക് ഗ്രോത്ത്, ഫ്രീ മാർക്കറ്റ്, ഡീറെഗുലേഷൻ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൈവറ്റൈസേഷൻ, ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ എയിം. ഇനി ഇത്രയും ഐഡിയ കിട്ടിയാൽ മതി. നിങ്ങൾക്കൊരു എസ്സേ വേണമെങ്കിലും നിയോ ലിബറാലിസത്തിൽ എഴുതാം. ഈ 5 പോയിൻ്റ് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം ഇന്ത്യയിലെ സിറ്റുവേഷൻ വെച്ചിട്ട്. അപ്പോൾ അത് നിയോ ലിബറാലിസത്തിൻ്റെ ഫീച്ചേഴ്സായിട്ട് മാറും. ഓക്കെ. അപ്പം അതോടുകൂടി ലിബറാലിസം കംപ്ലീറ്റായി. നമ്മൾ നെഗറ്റീവ് ലിബറാലിസം പറഞ്ഞു, പോസിറ്റീവ് പറഞ്ഞു, നിയോ ലിബറാലിസം പറഞ്ഞു. ഓക്കെ.